ഹലോ മീഡിയാസ്. കുറച്ച് പേര് അടുത്തിടെയായിട്ട് ചോദിച്ചൊരു ചോദ്യമാണ്, ഈ ഒരു ജേണിയിൽ DF എപ്പോഴാണ് മെറ്റീരിയൽ സക്സസ് നേടുക? അതായത് ഈ കരിയർ ബ്ലോക്കൊക്കെ എന്നാണെന്ന് മാറുക, മണി ഇഷ്യൂസ് ഒക്കെ എന്നാണെന്ന് മാറുക, എപ്പോഴാണ് നമ്മളെ ലൈഫിൽ മെറ്റീരിയൽ ആയിട്ടുള്ള അബണ്ടൻസ് വരിക എന്നുള്ളത്. പലർക്കും വലിയ റേഞ്ചിൽ ഭയങ്കര തോതിലുള്ള മെറ്റീരിയൽ സക്സസ് അങ്ങനെയൊന്നും ആഗ്രഹിക്കുന്നില്ല. അതിലൊരു എന്താ പറയുക, ഒരു സർവൈവിങ് മോഡിലൊക്കെ വരുന്ന രീതിയിലൊക്കെയാണ് ഈ ചോദ്യങ്ങളൊക്കെയും ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഇതിനൊക്കെയുള്ള ഉത്തരമെന്ന് ഞാൻ പറഞ്ഞുതരാം. സോ ഇപ്പോൾ എൻ്റെ ഒരു അനുഭവത്തിൽ, അറിവിലും DFമാർക്ക് മെറ്റീരിയൽ സക്സസ് വരാനായിട്ട് സാധാരണ അവർ കടന്നു പോകുന്ന കുറച്ച് സ്റ്റേജസുകൾ, 7 സ്റ്റേജസുകളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. ആദ്യത്തെ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്, നമ്മൾ ജേണിയിൽ വളരെയധികം പെയിൻ വരികയും, അതായത് സെപ്പറേഷൻ ഫേസിലൂടെ കടന്നു പോകുമ്പോഴുള്ള പെയിൻ സംഭവിക്കുകയും അവേക്കനിങ് സ്റ്റേജ് ഉണ്ടാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. സെപ്പറേഷൻ, റിജക്ഷൻ അല്ലെങ്കിൽ ഇമോഷണൽ പെയിൻ വഴി DF സ്പിരിച്വലി ഉണരുന്നു. ഈ ഒരു സ്റ്റേജിൽ കംപ്ലീറ്റ് ശ്രദ്ധയും DMലായിരിക്കും. DM ഇനി തിരിച്ചു വരുമോ, അവരെന്താ ചെയ്യുന്നത്, ഇതെന്താ സംഭവം, ഒരു എക്സ്ട്രാ അഫെയറിലാണോ ഞാൻ ചെന്ന് പെട്ടത്, ഇത് ഈ ജേണി തന്നെയാണോ തുടങ്ങിയിട്ട് ഒരു കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്റ്റേജാണ് ആദ്യമായിട്ട് ഉണ്ടാകുക. ഈ ഒരു ഘട്ടത്തിൽ മെറ്റീരിയൽ സക്സസിനെ കുറിച്ച് പലപ്പോഴും ഡിവൈൻ ഫെമിനിൻ ചിന്തിക്കുക പോലും ചെയ്യുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും DM ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതിയായിരുന്നു, അല്ലെങ്കിൽ DMുമായിട്ട് പ്രശ്നമില്ലാതെ പോയാൽ മതിയായിരുന്നു. ഇങ്ങനെ കംപ്ലീറ്റ് ഫോക്കസും DMൻ്റെ മേലെ ആയിരിക്കും. രണ്ടാമത്തെ സ്റ്റേജിൽ ആണ് സെൽഫ് ഹീലിംഗ് നടക്കുന്നത്. അപ്പോൾ ഈ പെയിൻ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല, എങ്ങനെയാലും ഹീൽ ചെയ്തേ പറ്റൂ, ഈ തോട്ട് പാറ്റേൺ കൊണ്ട് മാത്രമൊന്നും ഇത് ചേഞ്ച് ആവുന്നില്ല, കുറച്ച് വർക്കുകൾ നമ്മൾ എന്തായാലും ചെയ്തേ പറ്റൂ എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് DFകൾ തൻ്റെ വൂണ്ട്, ഫിയർ, അബാൻഡൻമെൻറ്റ് പാറ്റേൺസ് തുടങ്ങിയൊക്കെ ഹീൽ ചെയ്യാനായിട്ട് തുടങ്ങുന്നു. അപ്പോൾ ഇത് ഹീൽ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അവരിലേക്ക് എനർജി വരുന്നു. നെഗറ്റീവ് എനർജീസും പ്രശ്നങ്ങളൊക്കെ പറിച്ച് ചെയ്ത് പോയിട്ട് പോസിറ്റീവായിട്ടുള്ള എനർജി കയറുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെയും അവർ മെറ്റീരിയൽ സക്സസിനെ കുറിച്ച് ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ടാവില്ല. പെയിനിൽ നിന്നൊന്ന് രക്ഷപ്പെടണം എന്ന് മാത്രമേ അവർക്ക് ഉണ്ടാവുള്ളൂ. ഹീലിങ്ങുമായിട്ട് എങ്ങനെ ഏറ്റവും മികച്ച രീതിയിൽ എങ്ങനെ ഹീലിംഗ് ഉണ്ടാവാം, ഇതൊക്കെ എങ്ങനെ ഷെഡ്യൂൾ ചെയ്യുക, കൃത്യമായിട്ട് എങ്ങനെ ഒരു ഡേയിൽ ഹീൽ ചെയ്യാൻ സമയം കണ്ടെത്താം, ട്രിഗേഴ്സ് എന്തൊക്കെയാണ്, ഇങ്ങനെയൊക്കെ ആയിരിക്കും ഈ സെക്കൻഡ് സ്റ്റേജിൽ DFൻ്റെ ചിന്തകൾ. മൂന്നാമത്തെ സ്റ്റേജിലാണ് സെൽഫ് വർത്ത് ആക്ടിവേഷൻ സ്റ്റേജ് എന്ന് പറയുന്ന ഒരു കാര്യം നടക്കുന്നത്. അപ്പോൾ കുറച്ച് കാലം ഹീൽ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ DF പഠിക്കും, എൻ്റെ ഒരു വാല്യൂ എന്ന് പറയുന്നത് മറ്റൊരാളുടെ സ്നേഹത്തിൽ ആശ്രയിക്കുന്നില്ല. അത് DM ആയാലും ശരി, പാർട്ട്ണറായാലും ശരി, വീട്ടിലുള്ളവരോ നാട്ടുകാരോ ആരും എന്നെ സ്നേഹിച്ചില്ലെങ്കിലും എനിക്ക് എൻ്റെ വാല്യൂ അറിയാം എന്നുള്ളതാണ്. അതായത് ഞാൻ എന്നെ സ്നേഹിക്കുന്നു, ഞാൻ എൻ്റെ മാക്സിമം ബെസ്റ്റ് വേർഷനിലെത്താനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ള ഒരു കാര്യം തിരിച്ചറിയുന്നു. അപ്പോൾ ഇവിടെയാണ് അബണ്ടൻസ് കോൺഷ്യസ്നെസ്സിൻ്റെ തുടക്കം എന്ന് വേണമെങ്കിൽ പറയാം. നാലാമത്തെ ഒരു സ്റ്റേജായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് പർപ്പസ് ഡിസ്കവറി സ്റ്റേജ് എന്നുള്ളത്. അതായത് ഈ വാല്യൂ ഒക്കെ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുമ്പം ഡേ ബൈ ഡേ DFന് ഗ്രോത്താണ് വരിക. പക്ഷേ ഈ സ്റ്റേജ് കടക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം ട്വിൻ ഫ്ലെയിം ജേണിയിൽ ഒരുപാട് പരീക്ഷണത്തിൻ്റെ ഘട്ടങ്ങൾ വരുന്നൊരു കാലഘട്ടമാണിത്. അവർ പല ഈ ജേണി മേ ബി ഹീലായി കഴിയുമ്പോൾ അവർക്ക് പല ചിന്തയുണ്ടാവും. ചിലപ്പം ഈ ഒരു ജേണിയോട് തന്നെ വലിയൊരു ഇതുണ്ടാവില്ല, ഇനിയിപ്പോൾ എന്താ, എനിക്ക് നല്ലൊരു സോൾമേറ്റിനെ കിട്ടിയാലും മതിയല്ലോ, എൻ്റെ വൈബിനനുസരിച്ചുള്ള സോൾമേറ്റിനെ കിട്ടിയാലും മതിയല്ലോ എന്നൊക്കെ വിചാരിച്ച് അവരെന്ത് ചെയ്യും, കുറച്ച് സ്പിരിച്വൽ പാത്തിൽ നിന്ന് ചെറിയ രീതിയിൽ ഹീൽ ചെയ്ത് പോകുമ്പോൾ പലതരത്തിലുള്ള ഈഗോസ് വരാൻ തുടങ്ങും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പല പരീക്ഷണങ്ങളും വരും, പല കെണികളിലും പെടും. ഇങ്ങനെയൊക്കെയുള്ളൊരു സ്റ്റേജാണിത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് മുന്നോട്ട് പോകുന്ന, ഈഗോ ഇല്ലാത്ത, ഇതൊരു ഡിവൈൻ സംഭവമായിട്ട് മാത്രം കരുതുന്ന ഫെമിനിൻസ് ഇനി എന്ത് ചെയ്യുമെന്നറിയോ, സ്വന്തം ഗിഫ്റ്റുകളെയും ടാലൻറ്റുകളെയും ഇന്നർ കോളിങ്ങിനെയൊക്കെ കണ്ടെത്തുന്നു. അപ്പോൾ ഈ മെറ്റീരിയൽ സക്സസ് സർവൈവൽ മോഡ് എന്നുള്ള കാര്യം, അതായത് എങ്ങനെയെങ്കിലും ഇപ്പം കാണാറുണ്ട്, എന്തെങ്കിലുമൊക്കെ കോഴ്സ് പഠിക്കുക, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുക, അതിൽ നിന്ന് പൈസ ഉണ്ടാക്കുക, അങ്ങനെയൊരു തോട്ട് പാറ്റേൺ DFമാർക്ക് ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടാവും. ഹീലായി കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആദ്യം വരിക ഈഗോ ആയിരിക്കും, അല്ലെങ്കിൽ റൂട്ട് ചക്ര ആക്ടിവേറ്റ് ആകുന്നതിൻ്റെ ഭാഗമായിട്ട് ഈഗോ സെൻട്രിക് ആയിട്ട് മെറ്റീരിയൽ ലൈഫിന് പിന്നാലെ വളരെയധികം, അതായത് സർവൈവൽ മോഡിൽ പണം ഉണ്ടാക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി മാത്രം അവർ പല കാര്യങ്ങളും ചെയ്യാനായിട്ട് തുടങ്ങും എന്നുള്ളതാണ്.
പക്ഷേ അത് അമ്പയെ പരാജയപ്പെടും. കുറച്ചു കാലം മുന്നോട്ട് പോകാം, പെട്ടെന്ന് സ്റ്റക്കാകാം. ആ രീതിയിൽ പല കാര്യങ്ങളും പണം ഉണ്ടാക്കാൻ മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ ഇവർക്ക് നഷ്ടമാകും എന്നുള്ളതാണ്. അതും ഡിവൈൻ്റെ ഒരു പരീക്ഷയാണ്, ലെസൺസ് ആണ്. കാരണം ഇവരെ യഥാർത്ഥത്തിലുള്ള ഒരു പാതയിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ പല നഷ്ടങ്ങളും പല കാര്യങ്ങളും ഇവരുടെ ലൈഫിൽ സംഭവിക്കുന്നത്. അപ്പോൾ ഈ സർവൈവൽ മോഡ് മാറിയിട്ട് സോൾ പർപ്പസ് മോഡിലേക്ക് എത്തുമ്പോൾ ആണ് യഥാർത്ഥത്തിൽ ഇവിടെ പർപ്പസ് ഡിസ്കവറി സ്റ്റേജ് സക്സസ് ആയിട്ട് മുന്നോട്ട് കടക്കാനായിട്ട് ഒരു DFന് സാധിക്കുന്നത്. ഞാനിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് DFമാർ അഴിതെറ്റി പോകുന്നുണ്ട് ഈ ഒരു സ്റ്റേജിൽ. അവർ മണി മോട്ടോ മാത്രമായിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പോൾ അവരുടെ ജേണി ഒരുപാട് കാലം നീണ്ടു നിൽക്കുകയും എനർജി മുഴുവൻ മറ്റുള്ള ആളുകളിലേക്ക് സ്പ്രെഡ് ചെയ്യപ്പെടുകയും അവരുടെ സ്വന്തം ജേണിയിൽ സ്റ്റക്കായിട്ട് നിൽക്കുകയും വെറും പണം ഉണ്ടാക്കി മാത്രം മുന്നോട്ട് പോവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ സംഭവിക്കുക. അത് അധികകാലം നിലനിൽക്കാനും സാധ്യതയില്ല എന്നുള്ളതാണ്. ഇനി അഞ്ചാമത്തെ ഒരു സ്റ്റേജാണ് ഇൻസ്പയർഡ് ആക്ഷൻ സ്റ്റേജ്. ഇവിടെ അവർ ധ്യാനം മാത്രമല്ല ആക്ഷൻസ് തുടങ്ങുന്നു എന്നുള്ളതാണ്. ബിസിനസ്, കരിയർ, ക്രിയേറ്റീവ് പ്രൊജക്റ്റ്, ടീച്ചിങ്, ഹീലിംഗ് വർക്ക് തുടങ്ങിയവയിലൊക്കെ സ്ഥിരതയോടെ പ്രവർത്തിക്കുന്നു. എന്താണ് എൻ്റെ കറക്റ്റ് പാത്ത്, ഞാനിത് എന്തിനാണ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അവിടെ വളരെയധികം സ്ട്രെസ്സ് ഇല്ലാതെ ഹാപ്പിനെസ്സോട് കൂടിയിട്ട് എനിക്ക് ഇൻകം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നൊക്കെയുള്ളൊരു സ്റ്റേജില്ലേ, അല്ലെങ്കിൽ ഞാനിത് ചെയ്യുന്നത് ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല എന്നുള്ളൊരു സ്റ്റേജില്ലേ, അതിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. എന്ത് ചെയ്യുമ്പോഴും അവർക്ക് ഒരു സർവൈവൽ നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യണം എന്നുള്ള ഒരു മോട്ടോ ആയിരിക്കില്ല മുന്നോട്ട് വരിക. ആറാമത്തെ ഒരു സ്റ്റേജാണ് അബൻഡൻസ് അലൈൻമെൻറ്റ് സ്റ്റേജ്. ഇവിടെ ലാക്ക് മൈൻഡ് സെറ്റ് കുറയുന്നു. DFൻ്റെ ഓപ്പർച്യൂണിറ്റീസും കൊളാബറേഷൻസും ഫിനാൻഷ്യൽ ഗ്രോത്തൊക്കെ സ്വാഭാവികമായിട്ട് വരാൻ തുടങ്ങുന്നു. എനർജി ഫ്ലോ മെച്ചപ്പെട്ട് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഞാൻ എല്ലാവരോടും ഈ സോൾ പർപ്പസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കരിയർ മണി ഇഷ്യൂമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും ഉള്ളൊരു തോട്ടിനെ ഒന്ന് ചേഞ്ച് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അതൊരു ഈ ഒരു ഇറയിൽ, അതായത് 2021 ശേഷം അവേക്കനിങ് ആയ ട്വിൻ ഫ്ലെയിംസിൽ കണ്ടുവരുന്നൊരു കാര്യമാണ്. അപ്പോൾ അതിന് മുന്നേ ഉള്ള ട്വിൻ ഫ്ലെയിംസ് ഗൈഡൻസ് തന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ബിലീഫ് സിസ്റ്റത്തിൽ ഇരിക്കുകയാണെങ്കിൽ അതിന് ഒരു ചേഞ്ചസ് വരുത്താനായിട്ട് ഞാനൊരു കാര്യം പറയാം. അതിൽ നിങ്ങൾ റെസണേറ്റഡ് ആണോ എന്ന് നോക്കുക. അതായത് 2021 ശേഷം അവേക്കനിങ് ആയ ജേണിയിലേക്ക് വന്ന ട്വിൻ ഫ്ലെയിംസ് ഒക്കെയും ഈ ആത്മീയമായിട്ടുള്ള ഹീലിംഗ് മാത്രമല്ല അവർ നോക്കുന്നത്, മെറ്റീരിയൽ ആയിട്ട് നമ്മൾ ചിന്തിക്കുന്ന പല ജോബുകളും, ടീച്ചിങ് ആയിക്കോട്ടെ, ബിസിനസ് ആയിക്കോട്ടെ, സ്വന്തമായിട്ട് എന്തെങ്കിലും കാര്യം ചെയ്യുന്നതായിക്കോട്ടെ, അതൊക്കെ ചെയ്തുകൊണ്ട് അവിടം സ്വർഗമാക്കിക്കൊണ്ട് അവിടം ഒരു സോൾ പർപ്പസ് ആക്കിക്കൊണ്ട് അതിൻ്റെ കൂടെ ഹീലിംഗ് വർക്കുകളും കൂടി ചെയ്യുന്ന ആളുകളാണ് മിക്കവാറും പലരും. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഞാൻ ട്വിൻ ഫ്ലെയിം ആണ്, എനിക്ക് സ്പിരിച്വൽ പാത്ത് മാത്രമാണ് അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി റിലേറ്റഡ് ജോബ് മാത്രമാണ് പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പറ്റിയതല്ല. അവിടെയൊക്കെ ബ്ലോക്ക് വരുന്ന സബ് കോൺഷ്യസ് മൈൻഡിൽ ഓൾറെഡി ബിലീവ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ബ്ലോക്ക് വരാൻ സാധ്യതയുണ്ട്. സോ നിങ്ങൾക്ക് നിങ്ങൾ പഠിച്ച പ്രൊഫഷനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ടാലൻറ്റിനെ ബേസ് ചെയ്തിട്ട് എന്ത് ജോബ് കിട്ടിയാലും അത് നിങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് ആണ് എൻ്റെ ഒരു അനുഭവവും വന്നിട്ടുള്ളത്. കാരണം ഇപ്പോഴത്തെ ട്വിൻ ഫ്ലെയിംസ് ഈ ജേണിയിലേക്ക് വരുന്ന ആളുകളൊക്കെയും ഹൈലി പ്രൊഫഷണലി ടാലൻറ്റഡ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ എന്തെങ്കിലും പർട്ടിക്കുലർ ടാലൻറ്റഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും. അവർ ഈ ലൈറ്റ് വർക്ക് മാത്രമാണ് അവരുടെ ജോലി എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് അവർക്ക് ഇപ്പോൾ കരിയർ ഇഷ്യൂസും മണി ബ്ലോക്സൊക്കെ വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് പറ്റുന്ന എന്തും ചെയ്യാൻ തയ്യാറാവുക, ഇതെനിക്ക് പറ്റും എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോവുക. അപ്പോഴാണ് കരിയറിലും മണി ബ്ലോക്കേജസൊക്കെ മാറിയിട്ട് വരുന്നത്. അടുത്തതായിട്ട് എംബഡീഡ് ക്വീൻ സ്റ്റേജ് എന്ന് പറയാം. DF തൻ്റെ പവറിൽ ഉറച്ചു നിൽക്കുന്നു. സക്സസ് ഇനി ഒരു വാലിഡേഷന് വേണ്ടിയിട്ടല്ല, അത് അവളുടെ സ്വാഭാവിക പ്രകടനമായിട്ട് മാറുന്നു. അതായത് പണവും ഫ്രീഡവും പർപ്പസും സർവീസും എന്നിവയൊക്കെ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. അപ്പോൾ ഇതാണ് 7 സ്റ്റേജസ്. ഈ DF എന്തുകൊണ്ടാണ് മെറ്റീരിയൽ സക്സസ് നേടാൻ ആഗ്രഹിക്കുന്നത് എന്നുകൂടി പറയാം. അത് നമ്മളെപ്പോഴും പറയുന്ന പോലെ കരിയർ അല്ലെങ്കിൽ മണി ബ്ലോക്കേജസ് മാറാൻ വേണ്ടിക്കൊണ്ട് മാത്രമല്ല, അത് കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഒന്നാമതായിട്ട് ഫ്രീഡം നേടാൻ, മറ്റുള്ളവരെ ആശ്രയിക്കാതെ സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടാണ്. രണ്ടാമതായിട്ട് സെൽഫ് വർത്ത് പ്രകടിപ്പിക്കാൻ, ഞാൻ വിലപ്പെട്ടവളാണ് എന്ന ആന്തരിക ബോധം പുറത്തും പ്രകടമാക്കാൻ വേണ്ടിയിട്ടാണ്. അടുത്തതായിട്ട് സോൾ പർപ്പസ് പൂർത്തിയാക്കാൻ,
ഹീലിംഗ്, ടീച്ചിങ്, ക്രിയേറ്റിംഗ്, സെർവിങ് തുടങ്ങിയിട്ടുള്ള ദൗത്യങ്ങൾ വിപുലമായിട്ട് ചെയ്യാൻ റിസോഴ്സസ് ആവശ്യമാണ് അല്ലേ. ഇപ്പോൾ ഒരു ടിൻ ഫ്ലെയിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരാൾ, നന്നായിട്ട് ഹീൽഡായിട്ടുള്ള ഒരാൾ ഒരു കുക്കിംഗ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യണം, നല്ലൊരു ബേക്കിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ മായം കലർത്താത്ത ഫുഡുകൾ നാച്ചുറലായിട്ടും മിതമായ നിരക്കിലും, അതായത് കൊള്ളപ്പൈസ വാങ്ങാതെയൊക്കെ നല്ല രീതിയിലൊരു സർവീസ് അവർക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത് തന്നെയാണ് എല്ലാ മേഖലയിലും അവൾ ചെയ്യുന്നത്. അടുത്തതായിട്ട് സ്റ്റെബിലിറ്റി സൃഷ്ടിക്കാനായിട്ട് ഇമോഷണൽ ഗ്രോത്തിനൊപ്പം പ്രാക്ടിക്കൽ ലൈഫിലും സുരക്ഷിതത്വം വേണം എന്നുള്ളതാണ്. അടുത്തതായിട്ട് ഗിവിങ് ആൻഡ് സർവീസിനായിട്ട് മറ്റുള്ളവരെ സഹായിക്കാനും സമൂഹത്തിലേക്ക് എന്തെങ്കിലുമൊക്കെ സംഭാവന ചെയ്യാനുള്ള ആറ്റിറ്റ്യൂഡ് DFനുണ്ടാകും. അപ്പോൾ അതിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആറാമതായിട്ട് പറ്റുന്നൊരു കാര്യമാണ് ഡിവൈൻ ഫെമിനിൻ എനർജിയുടെ പൂർണ്ണ പ്രകടനം. ക്രിയേഷൻ, ബ്യൂട്ടി, നർച്ചറിങ്, ലീഡർഷിപ്പ് എന്നിവ ഭൂമിയിൽ രൂപം കൊള്ളാൻ മെറ്റീരിയൽ റിസോഴ്സസ് സഹായിക്കുന്നു. ഇനിയൊന്ന് ഇന്നർ അബണ്ടൻസിൻ്റെ റിഫ്ലക്ഷൻ ആയിട്ടാണ്. ആത്മീയതയുടെ ദൃഷ്ടികോണിൽ യഥാർത്ഥ മെറ്റീരിയൽ സക്സസ് എന്നത് പണത്തിൻ്റെ അളവല്ല, ഉള്ളിലെ സമൃദ്ധി പുറത്തേക്ക് പ്രതിഫലിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ DF മെറ്റീരിയൽ സക്സസ് തേടുന്നത് DMനെ ആകർഷിക്കാനോ മറ്റുള്ളവരുടെ വാലിഡേഷനോ ഒന്നിനും വേണ്ടിയിട്ടല്ല. അവൾ തൻ്റെ യഥാർത്ഥ ശക്തിയിലും ദൗത്യത്തിലും ഉറച്ചു നിൽക്കുമ്പോൾ, ശരിയായിട്ട് ഹീൽ ചെയ്യുമ്പോൾ സക്സസ് എന്ന് പറയുന്നത് ആളുടെ വളർച്ചയുടെ ഒരു സ്വാഭാവിക ഫലമായിട്ട് മാറുന്നു. വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. നമ്മുടെ ചാനലിൽ മാസം തോറും നടത്തി വരുന്ന ഹീലിംഗ് പ്രോഗ്രാമുകളിലേക്ക് താല്പര്യമുള്ളവർക്ക് അന്വേഷിക്കാവുന്നതാണ്. താങ്ക് യു.